എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചൂട്ടാനാണ് ഇന്നത്തെ റെസിപ്പി. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്കിതാ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ. അല്പം മധുരവും അതുപോലെ പുളിയും എരിവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ ഒറ്റ പച്ചമാങ്ങയുടെ ആവശ്യമുള്ളൂ കേട്ടോ. ആദ്യം തന്നെ നമ്മൾക്ക് ഇതിൻ്റെ തൊണ്ടൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഈ മാങ്ങയുടെ തൊണ്ടിന് അല്പം കട്ടിയുള്ളത് കൊണ്ടാണ് ഞാനത് കളഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങയുടെ ആ ഒരു തൊണ്ട് അധികം കട്ടിയില്ലാത്തതാണെങ്കിൽ തൊണ്ട് കളയേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവില്ലേ. അപ്പോൾ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറുത് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. തീരെ ഘനം കുറഞ്ഞ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മാങ്ങയൊക്കെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്ന ഒന്നാണ്. ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ശർക്കരയാണ്. അല്പം ശർക്കര, ഇപ്പോൾ 2 കഷ്ണം ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെള്ളം, അതായത് നമ്മുടെ മാങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ഈ ഒരു പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ടേസ്റ്റ് അല്പം കൂടും. അപ്പോൾ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിക്കകത്ത് തന്നെ തയ്യാറാക്കി എടുക്കും കേട്ടോ. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നത്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു മാങ്ങ വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുക. 3/4 ബൗളോളം നാളികേരം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളക്. ഈ ഒരു കറിയിലേക്ക് വറ്റൽമുളക് ഇതുപോലെ നാളികേരത്തിൻ്റെ കൂടെ അരച്ചെടുക്കണം കേട്ടോ. മുളക് കൂടി ചേർക്കരുത്, വറ്റൽമുളക് തന്നെ എടുക്കുക. ഇനി കുറച്ച് മോരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തൈരല്ല, തൈരിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് മോര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. പിന്നെ മോര് പോരെങ്കിൽ കുറച്ചും കൂടി മോര് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത് അരയ്ക്കരുത് കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ സമയത്ത് നമ്മുടെ മാങ്ങ നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, ഒരു 3-4 മിനിറ്റിനുള്ളിൽ മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ കറി തയ്യാറാക്കി എടുക്കാനും ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. 10 മിനിറ്റ് പോലും വേണ്ട കറി റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു അരപ്പ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മോര് കൂട്ടി അരച്ചെടുത്ത ആ നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ ആരും മറന്നു പോവില്ലേ, എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈ സമയത്ത് തീ അല്പം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറി ഒരുപാട് തിക്കായിട്ട് എടുക്കുന്ന കറിയല്ല കേട്ടോ, കുറച്ച് നീട്ടിയെടുക്കുന്നത്, അല്പം വെള്ളത്തോട് കൂടി എടുക്കുന്ന ഒരു കറിയാണ്. വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോലെ. നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പാകത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. മാങ്ങ നമ്മൾ വേവാൻ വയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട, കാരണം എന്താ വെച്ചാൽ ഇത് എരിവും പുളിയും മധുരം എല്ലാം കൂടി ചേർന്നൊരു കറിയാണ്. ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അല്പം ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അരപ്പ് ചേർത്തതാണല്ലോ, അപ്പോൾ ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു നാളികേരത്തിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ തിളപ്പിച്ചെടുത്താൽ മതി. ഒരു 3 മിനിറ്റ് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് തീ ഞാൻ നന്നായിട്ട് ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മോരും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നാളികേരം അരയ്ക്കുന്ന സമയത്ത് മാത്രം അല്പം മോര് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കറിയിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള മോര് ഞാൻ ഇതിനകത്തേക്ക് 1 കപ്പോളം മോര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ. തൈര് ചേർക്കേണ്ട, മോരായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്കിതാ ഈ ഒരു കറിയിലേക്ക് ഇനി ഒന്ന് വറുത്തിടണം. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉലുവ, അതുപോലെ 3-4 വറ്റൽമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക.
കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതാ നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ രുചികരമായിട്ടുള്ള പച്ചമാങ്ങ കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കറി എളുപ്പം കേടായി പോകുന്നൊരു കറിയല്ല. നമ്മൾ തയ്യാറാക്കിയിട്ട് 2-3 ദിവസമൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവില്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.